എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ദാർശനിക വീക്ഷണത്തെ പരിചയപ്പെടുത്തിയതിൽ പി.ആർ. നാഥൻ വഹിച്ച പങ്ക് വലുതാണ്. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളായി 55 പുസ്തകങ്ങളും രചിച്ചു. നാടകത്തിനും സിനിമാ മേഖലയിലും പി.ആർ. നാഥൻ സുപ്രധാന സംഭാവനകൾ നൽകി. നന്മയിലേക്കൊരു നടപ്പാത എന്ന പി.ആർ. നാഥന്റെ പുസ്തകത്തിന്റെ പേരുപോലെ തന്നെയാണ് പി.ആർ. നാഥനും അദ്ദേഹത്തിന്റെ ജീവിതവും. തലമുറകൾക്ക് നന്മയുടെ വഴി കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തും പ്രഭാഷണങ്ങളും. പയ്യനാട്ട് രവീന്ദ്രനാഥനാണ് പി.ആർ. നാഥൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായത്. നോവൽ, തിരക്കഥ, നാടകം, ചെറുകഥ, യാത്രാവിവരണം, എഴുത്തിന്റെ എല്ലാ മേഖലയിലും പി.ആർ. നാഥൻ തിളങ്ങി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കീഴായൂരിലാണ് ജനനം. ചിത്രരചനാ അധ്യാപകനായ പ്രഭാകരമേനോന്റെയും സംഗീതാധ്യാപികയായ സരോജിനി അമ്മയുടെയും മകനാണ്. ടെലികോം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ പി.ആർ. നാഥൻ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ജോലി ചെയ്തു. സാഹിത്യ ജീവിതത്തോടും യാത്രയോടുമുള്ള അഭിനിവേശത്തിൽ പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിഞ്ഞു. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള കഥയെ ദാർശനിക തലത്തിലേക്കുയർത്തിയ കഥാകാരനാണ് പി.ആർ. നാഥൻ. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി മുതൽ നിരവധി ആചാര്യന്മാർ പകർന്ന അറിവ് പി.ആർ. നാഥന്റെ രചനകളിൽ ഉടനീളം കാണാം. 1980 മുതൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായും മഠവുമായും അടുത്ത ബന്ധം പുലർത്തുന്നു പി.ആർ. നാഥൻ. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അമൃത ചാനലിൽ 16 വർഷം തുടർച്ചയായി ധന്യമീ ജീവിതം എന്ന തത്വചിന്താപരമായ പ്രഭാഷണങ്ങൾ നടത്തി. മാതൃവാണി മാസികയിൽ അദ്ദേഹം തുടർച്ചയായി രചനകൾ പ്രസിദ്ധീകരിച്ചു. വേദങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രം എന്നിവയെക്കുറിച്ച് ലോകമെമ്പാടുമായി 10,000-ത്തിലധികം പ്രഭാഷണങ്ങളും നടത്തി പി.ആർ. നാഥൻ. പ്രകൃതി ചികിത്സയും റേക്കിയിലും വിദഗ്ധനാണ് അദ്ദേഹം. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55-ലധികം പുസ്തകങ്ങളും എഴുതിയ പി.ആർ. നാഥൻ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായി. പ്രശസ്തമായ കൃതിയായ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകം അനുഭവങ്ങൾ നിറഞ്ഞ യാത്രാവിവരണമാണ്. റേഡിയോ നാടകങ്ങളിലൂടെ തുടങ്ങി സിനിമാ മേഖലയിലേക്കെത്തിയ പി.ആർ. നാഥൻ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും എഴുതി. 1981 പുറത്തിറങ്ങിയ ചട്ടയാണ് ആദ്യ സിനിമ. കേളി, പൂക്കാലം വരവായി, ധ്വനി, ശുഭയാത്ര, സ്നേഹസിന്ദൂരം എന്നീ സിനിമകളുടെ ഭാഗമായി. ചാട്ട, ഇന്നലെ വന്ന വഴി, ഇനിയൊരു മോഹം മാത്രം, ശയനപ്രദക്ഷിണം, കുടജാദ്രിസാനുക്കളോട്, സൗന്ദര്യലഹരി തുടങ്ങിയ എല്ലാ നോവലുകളിലും നന്മയും സ്നേഹവും മാത്രമാണ് പി.ആർ. നാഥൻ ഇതിവൃത്തമാക്കിയത്. അതുതന്നെയാണ് ആ എഴുത്തിന്റെ മഹിമയും. കോഴിക്കോട് മാങ്കാവിൽ താമസിക്കുന്ന പി.ആർ. നാഥൻ നവമാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് പുതുതലമുറയുടെ കൂടി വഴികാട്ടിയാകുന്നു. നേരിന്റെയും നന്മയുടെയും ആശയപ്രചരണത്തിനുള്ള അംഗീകാരമായി പി.ആർ. നാഥന് അമൃതകീർത്തി പുരസ്കാരം കൂടി ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.